ഞാൻ ഒരു സംഭവ കഥ ആവർത്തിച്ച് വേഗത്തിൽ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുറ്റവാളിയായി തീർന്ന ഒരു മനുഷ്യൻ, അവന് എല്ലാവരും ദേഷിക്കപ്പെട്ടവനായി തീർന്ന് ജയിലിൽ കിടക്കുമ്പോൾ അവനൊരു ട്രാക്ട് അവന്റെ കയ്യിൽ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിലൂടെ അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ അവന് പരിചയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ ദൈവസ്നേഹം എന്നറിഞ്ഞപ്പോൾ, എല്ലാവരും അവനെ ദേഷിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം കർത്താവിനായിട്ട് അവൻ സമർപ്പിക്കുവാൻ ജയിലിൽ വെച്ച് അവന് ഭാഗ്യം ലഭിച്ചു. അത് കഴിഞ്ഞ് അവൻ ആദ്യം അവന്റെ ഭവനത്തിലേക്ക് ഒരു എഴുത്തെഴുതി. എന്റെ ശിക്ഷാവധി തീരാറായി, ഞാൻ അവിടേക്ക് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങൾ എന്നോടുള്ളതായ ആ സ്നേഹക്കുറവ് പരിഹരിച്ച് എനിക്ക് ആ ഭവനത്തിൽ സന്തോഷത്തോടെ പാർക്കുവാൻ തോന്നും. നിങ്ങൾ എനിക്ക് അതിനുള്ള വേദി, അതിനുള്ള അവസരം ഒരുക്കണമേ എന്ന് എന്റെ മാതാവിനും പിതാവിനും അദ്ദേഹം ഒരു കത്തയച്ചു. അദ്ദേഹത്തിന്റെ കാലാവധി തീർന്നു. തുടർന്ന് നമ്മൾ കാണുകയാണ്, അദ്ദേഹം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. തൊട്ടടുത്ത് ബൈബിളുമായി ഒരു സുവിശേഷകൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരിപ്പുണ്ട്. ഉടനെ അദ്ദേഹം ആകെ നിരാശനായിട്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഞാൻ നമ്മുടെ ഭവനത്തിന്റെ ആ അരിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നതിന് ഉപാധിയായി ഒരു വലിയ വെള്ളക്കുഴി നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ആദ്യം തുടങ്ങുന്ന ഭാഗത്ത് നിങ്ങൾ കെട്ടണം. നിങ്ങൾ അങ്ങനെ കെട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുവാൻ മനസ്സില്ല. അതുകൊണ്ട് ഞാൻ ഈ ട്രെയിനിൽ തന്നെ യാത്ര തുടരും എന്ന് എഴുതുവാനായിട്ട് ഇടയായിച്ചു. അപ്പൊ ഈ മനുഷ്യനൊക്കെ പരിഭ്രാന്തനായി തീർന്നു. ആ സമയത്ത് സുശേഷൻ അദ്ദേഹവുമായി സംസാരിച്ചു. എന്താണ് നിനക്ക് ഇത്ര പരിഭ്രാന്തി? നിനക്ക് എന്താണ് ഇത്ര പ്രയാസം? ഉടനെ അവൻ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ എനിക്ക് നന്നായി അറിയാം. എന്നാൽ ഇപ്പോൾ എന്റെ ഭയവും എന്റെ ഭാരവും പ്രയാസവും എന്റെ മാതാപിതാക്കൾ എന്നെ സ്വീകരിക്കുമോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്. ആ മനുഷ്യൻ അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. നീ ഉദ്ദേശിക്കുന്ന തരത്തില് നിന്നെ അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ നീ എന്റെ കൂടെ പോരുവാൻ, എന്റെ ഭവനത്തിൽ നിനക്ക് പാർക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ ആ ട്രെയിനിന്റെ ആ പാളത്തിന്റെ ആ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം കണ്ടതാണ്, ആദ്യം തന്റെ ഇളയ മകൾ ഒരു വെള്ളക്കൊടിയുമായി ദൂരെ നിന്ന് തന്നെ അദ്ദേഹം കണ്ടു, ആ മരത്തിൽ കെട്ടിയിരിക്കുന്ന കൊടി. രണ്ടാമത് അദ്ദേഹം കാണുകയാണ്, പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചു ട്രെയിന് സ്പീഡ് കുറയുമ്പോൾ തന്റെ ഇളയ മകൾ ഒരു വെള്ളക്കൊടിയുമായി അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിന് സന്തോഷമായി. രണ്ടാമത് നോക്കിയപ്പോൾ തന്റെ മകന് കുറെ കൂടെ പിതാവ് ഇരുന്നെങ്കിലോ എന്ന് കരുതി ആമേൻ മാറി ഒരു കൊടിയുമായി നിൽക്കുന്നത് മകന് കാണുവാനിടയായി ചേർന്നു. അതിനുശേഷം തന്റെ പ്രിയപ്പെട്ടവള്, അതിനുശേഷം തന്റെ അമ്മ, പിതാവ് എല്ലാവരും കൊടിയുമായ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ട് അദ്ദേഹം ഇറങ്ങി ആ ഭവനത്തിലേക്ക് ഈ സുശേഷനോട് യാത്ര പറഞ്ഞ് പോകുവാനായിട്ടിടയായി ചേർന്നു. എന്തുകൊണ്ടാ സംഭവിച്ചെന്നറിയാമോ? ഒരുവൻ ദൈവത്തെ അറിഞ്ഞാൽ അവന് ദൈവം ഒരുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ പോലും കരുതുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 വായിച്ചത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, പിന്നെന്താ പറയുന്നത്, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ മകൻ പിന്നീട് ഒരു സുശേഷകനായി തീർന്നു എന്നാണ് അതിന്റെ അവസാന ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ എന്ത് ചെയ്യണം? അദ്ദേഹം ആദ്യം കണ്ടുമുട്ടണം. അതിന് ലോകമെമ്പാടും സുശേഷം അറിയിച്ചു കൊണ്ടിരിക്കുകയാ. ആ സുശേഷത്തിൽ ഒരു വചനം മതി ഒരാളെ രൂപാന്തരപ്പെടുത്തുവാൻ, ഒരു വചനം മതി അവനെ വ്യത്യാസപ്പെടുത്തുവാൻ. അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അവൻ കേൾക്കുമ്പോൾ അവനിൽ വലിയ വ്യത്യാസം ഉണ്ടാവുകയായി. എന്നാൽ അമ്മയെ തുടർന്ന് നമ്മുടെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ഇതെങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത്? കണ്ണ്
കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 Corinthians 2:10 വരുമ്പോൾ നമ്മൾ വീണ്ടും കാണുകയാണ്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ. അയ്യോ, എത്ര മനോഹരമായ ഒരു വചനമോ! അവിടെ പറയുകയാണ്, നമുക്കോ ആമേൻ ദൈവത്തിന്റെ ആത്മാവിനാൽ, ആമേൻ നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്വതന്ത്രം പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പൊ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ നാളുകളിൽ അവൻ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക, അവൻ ദൈവമുണ്ടോ? ക്രിസ്ത്യാനികളാണ് ചോദിക്കുന്നത്, ദൈവമുണ്ടോ? ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ട് മടങ്ങി വന്നിട്ടുണ്ടോ? ഇന്ന് തലമുറകൾ പോലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, സ്വർഗമുണ്ടെന്നോ, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ആമേൻ തന്റെ പുത്രനെ, ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ആമേൻ സകല മനുഷ്യർക്കും പിതാവുമായിട്ടുള്ള നിരപ്പ് കൊടുത്തു എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നമുക്ക് വെളിപ്പെടുത്തി തന്നത് ദൈവത്തിന്റെ ആത്മാവാ. നമുക്ക് വെളിപ്പെടുത്തി നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുത്തി തന്നത് ദൈവത്തിന്റെ ആത്മാവാ. അതുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ ആഴങ്ങളെയും ആ ആഴങ്ങളെ ആരായുന്ന മനുഷ്യനുള്ള അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനിൽ ആരറിയോ? നോക്കിക്കോണേ, ഒരു മനുഷ്യൻ ഒരാളെ കൊല്ലുവാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ രണ്ടാത്മാക്കളാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് കൊല ചെയ്യണമെന്ന് പറയുന്ന ഈ ലോകത്തിന്റെ പ്രഭുവാകുന്ന ദുഷ്ടാത്മാവിൽ പ്രവർത്തിക്കുകയാണ്. എന്നാൽ അവനിലുള്ള ആത്മാവിൽ ദൈവം സംസാരിക്കും, മകനെ നീ അത് ചെയ്യുന്നത് തെറ്റാണ് എന്നവനോട് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അപ്പോൾ നമ്മളിവിടെ ആത്മാവ് എന്ത് ചെയ്യും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എനിക്ക് നിങ്ങൾക്കും ബോധ്യം വരുത്തി തരും. പാപം എന്താണെന്ന് ബോധ്യം വരുത്തി തരുന്ന ദൈവമുണ്ട്. കഴിഞ്ഞ കാലങ്ങളില് ഭാരപ്പെട്ട എത്ര നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. ആമേൻ, എനിക്കിങ്ങനെ സംഭവിച്ചുവെന്ന് നമ്മള് ബലഹീനതയിൽ ചോദിച്ച നിമിഷങ്ങളുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. ഈ നാരകത്തോടെ ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുവാൻ ദൈവം സഹായിച്ചില്ലയോ? ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന് എത്ര നന്ദി. കരയേറ്റുവാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവിടെ പറയുകയാണ്, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവത്രേ ഞാനും നിങ്ങളും പ്രാപിച്ചത്. നോക്കിക്കോണേ, ഒരു പാപി മനസ്സാന്തരപ്പെടുമ്പോൾ അവന്റെ ആത്മാവിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നത്. നീ പോകുന്ന വഴി ശരിയല്ല, നീ ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി ശരിയല്ല, നീ വിശാലമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. എന്നാൽ നിന്റെ മുൻപിൽ ഒരിടുങ്ങിയ വഴിയുണ്ട്. കഴിഞ്ഞ നാളില് ഈ വാട്സപ്പില് കണ്ട ഒരു സംഭവം എന്താണെന്നറിയോ? കുറെ ആളുകള് ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്തു പോകും, കുറെ ആളുകള് വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്തു പോകും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ടൂറിന് പോകുമ്പോ എന്തിനാ പോകുന്നത്? അടിച്ചു പൊളിക്കാനാ. ആരും മിണ്ടുന്നില്ല. ടൂറിന് പോകുന്നത് അടിച്ചു പൊളിക്കാനാ, അല്ലെ പിന്നെ എന്നാ ടൂറാ അല്ലേ? ദൈവത്തിന് സ്തോത്രം. അവൻ പ്രിയപ്പെട്ടവരെ, നിനക്ക് ടൂറിന് പോകാൻ കൃപ തന്നത് സ്വർഗത്തിലെ ദൈവമാ. അതുകൊണ്ട് ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നീ പോകുന്ന സ്ഥാനത്ത് പോയി വന്നാൽ നിന്നെ ഭദ്രമായി സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വാസികൾക്ക് നല്ലവണ്ണം അറിയാം. ആർക്കറിയാന്ന് പറഞ്ഞ്? വിശ്വാസികൾക്ക് നല്ലവണ്ണം അറിയാം. നമ്മൾ പോകുന്ന കൂട്ടത്തില് വേറൊരു വാഹനം വന്ന് നമ്മുടെ വാഹനത്തെ ഇടിച്ചാൽ ദൈവത്തിന്റെ സ്തോത്രം, ഫ്രണ്ടിലുള്ള എത്ര പേര് ആ ഇടി അഘാതമാണെങ്കിൽ മരിക്കാൻ സാധ്യതയുണ്ട്. എത്ര പേര് ആക്സിഡന്റ് വന്നിട്ട് അവൻ കൈയും കാലും ഒക്കെ മുറിയുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നിന്റെ ദൈവം നിന്നെ
നിനക്ക് പോയി സന്തോഷത്തോടെ വരുവാനിടയായത്. അങ്ങനെ ചിന്തിപ്പാൻ നമുക്ക് കഴിയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പോകട്ടെ, ഞാനിങ്ങനെ ഓർപ്പിച്ചെന്ന് മാത്രം. അതുകൊണ്ട് നമ്മുടെ ആത്മാവില് ആമേൻ നമുക്കറിയാം നമ്മൾ പോകുന്ന വഴി എങ്ങനെയാ. ഞാൻ പറഞ്ഞല്ലോ, വിശാലമായ വഴി പോകുന്നവൻ ഡാൻസ് കളിച്ച് സന്തോഷത്തോടെ അവനെ ആസ്വദിക്കാവുന്നതൊക്കെ ആസ്വദിച്ച് അവൻ കടന്നു പോകുമ്പോൾ, ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നവന് അത് ഞെരുക്കമാണ്, ഇടുക്കമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവില് നമ്മോട് ദൈവം പറയും, നീ പോകുന്ന വഴി ഞെരുക്കമുള്ളതാണെങ്കിലും ഒടുവിൽ നീ ചെന്നെത്തുന്നത് വിശാലമായ സ്വർഗത്തിലേക്കാ. എന്നാൽ മറുവശത്ത് വിശാലമായ വഴിയിലൂടെ പോയപ്പോൾ ഒടുവിൽ അവൻ ഇടുങ്ങിയിരിക്കുന്ന ആ അഗ്നി നരകത്തിലേക്ക് അവൻ തള്ളപ്പെടുകയാ. സ്വതന്ത്രം പറഞ്ഞാട്ട്, സ്വതന്ത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓർക്കണം, നമുക്ക് ഇടുക്കമുണ്ട്, ഞെരുക്കമുണ്ട്, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ കഴിയും എന്ന് നമ്മോട് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ അതനുസരണമായി മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ലഭിക്കുന്നത് വിശാലമായ സ്വർഗമാണ്. എന്നാൽ ലോകത്തിന്റെ മോഹത്തിലും സന്തോഷത്തിലും ഞാനും നിങ്ങളും ജീവിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ലഭിക്കുന്നത് നിത്യമായ ഒരു നരകമാ. അതുകൊണ്ട് മറന്നു പോകരുത്. ദൈവത്തിന് 1000ഉം 10,000ഉം സ്തോത്രം ചെയ്താട്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്വാസിക്ക് അവന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്. ഒരു ഭക്തനായ മനുഷ്യൻ ഈ പ്രത്യേകതകള് പ്രാവിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ കമ്പിവാക്യത്തിൽ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ആമേൻ, ആമേൻ. ഒന്നാമതായിട്ട് പ്രാവിന്റെ കണ്ണുകൾ ദൂരെയുള്ളവയെ ദർശിക്കുന്നതാണ്. സ്വതന്ത്രം, സ്വതന്ത്രം. ആമേൻ. അത് ദൂരെയുള്ളവനെ ദർശിക്കുന്നതാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങളിൽ പറയുന്നു, ആകയാൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും. അങ്ങനല്ലേ എടുക്കാൻ താമസം വായി. ആകയാൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഉയരത്തിലുള്ളത് ആരാ അന്വേഷിക്കുന്നത്? ലോകപ്രകാരം മണ്ടന്മാരാ. ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നത് ലോകപ്രകാരം മണ്ടന്മാരാ. കാരണം ഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഈ ആയുസ്സിൽ തന്നെ സ്വർഗവും നരകവും ഉണ്ടെന്നാ. പക്ഷേ ഈ ചെറിയൊരായുസ് കഴിഞ്ഞ് നീ എവിടെയാണ് ചെന്നെത്തുക എന്ന് വളരെ വ്യക്തമായ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ച് ധ്യാനിക്കുന്ന ഒരുവനും പറയുകയില്ല അവൻ ദൈവത്തിന് സ്തോത്രം, ഈ ലോകമാണ് നരകവും സ്വർഗവുമെന്ന്. നമ്മുടെ ജീവിതത്തില് പ്രയാസങ്ങൾ വരുമ്പോൾ നരകവും സന്തോഷം വരുമ്പോൾ സ്വർഗവുമാണെങ്കിൽ എന്താ നമ്മുടെ ജീവിതം കൊണ്ട് ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യനെ ഭൂമിയിൽ ആക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. മൃഗങ്ങളെ നോക്ക്, അവ ജനിച്ചു, അവ കുറെ നാൾ കഴിഞ്ഞ് മരിക്കുന്നു, അത് മണ്ണിലേക്ക് പോരുന്നു. എന്നാൽ അതിനൊരു പ്രത്യേകതയുണ്ട്, അതിന് ദേഹവും ദേഹിയുമുണ്ട്, ആത്മാവില്ല. സ്വതന്ത്രം. ഞാൻ ദൈവാത്മാവ് പറയുന്ന രീതിയിലേക്ക് പോവുകയാണ്, പ്രാർത്ഥിക്കണം. അപ്പൊ ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. എല്ലാ ഈ ലോകത്തിലെ സകല പക്ഷി മൃഗാദികൾക്കും ജീവജന്തുക്കൾക്കും എന്താ ഉണ്ട്? ദേഹിയും ആമേൻ ദേഹവുമേ ഉള്ളൂ. സ്തോത്രം. ദൈവാത്മാവിനെ പറയുക, ദേഹിയും ദേഹവുമേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കണം. കാരണം അത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതാണ്. എന്നാൽ മനുഷ്യന് ആത്മാവ് കൊടുത്തിട്ടുണ്ട്. ആമേൻ. ആത്മാവുള്ള മനുഷ്യന് ആമേൻ ഓർക്കണം, എനിക്ക് മൃഗങ്ങളെക്കാൾ പക്ഷി മൃഗാദികളെക്കാൾ എനിക്കൊരു പ്രത്യേകതയുണ്ട്, എനിക്കൊരാത്മാവുണ്ട്. ആത്മാവ് ഞാമേൻ സകലത്തെയും വിവേചിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യാത്മാവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്വന്തം.
അമേൻ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇങ്ങനെ പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. യഹോവ തന്റെ കർത്താവിന് അരുളിച്ചത്, ഞാൻ നിന്റെ ശത്രുക്കളെ എന്റെ പാദപീഠം നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. എത്ര സമയമായിരിക്കുന്നത്? യഹോവ. ആളുകൾ പറയും, ഈ പല ആളുകളും ഇങ്ങനെ പറയുന്നുണ്ട്, ഈ യേശുകർത്താവ് എന്ന് പറയുന്ന കർത്താവല്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട്. അത് ദൈവം തന്നെയാണ്. പിതാപുത്ര പരിശുദ്ധരുവ, അതേ രണ്ടാമനായിരിക്കുന്ന യേശുക്രിസ്തു, മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധരുവ ഒരാളിൽ തന്നെയായിരുന്നു. എന്നാൽ മനുഷ്യന് വേണ്ടിയാണ് ഭൂമിയിലേക്ക് പുത്രനെ അയച്ചു തന്നത്. മനുഷ്യന് വേണ്ടിയാണ് ഇന്ന് ഭൂമിയിൽ പരിശുദ്ധരുവ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മറന്നു പോകരുത്. ഞാൻ നിന്റെ ശത്രുക്കളെ 110 സംഘത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ എന്റെ കർത്താവിനോട് അരുളിച്ചത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. അപ്പൊ ചോദിക്കും, ആരെങ്കിലും കണ്ടോ? യേശുകർത്താവ് ഇപ്പൊ എവിടെയാ? പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. എന്റെ ശത്രുക്കളെ, ആമേൻ, അവിടെ പറയുകയാണ്, നിന്റെ വലത്ത് നിന്റെ പാദപീഠമാക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ നിന്റെ പാദപീഠമാക്കുമ്പോഴും ആമേൻ, രക്തം കൊണ്ട് വിലക്ക് വാങ്ങുവാനുള്ളവരൊക്കെ വാങ്ങി അവരെ ചേർക്കാൻ ഞാൻ പറയുന്ന സമയത്ത് നീ പോകണം. അതുവരെ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. സ്വതന്ത്രം സ്വതന്ത്രം വരെ പിടികിട്ടിയോ? അപ്പൊ നോക്കിയാൽ അവിടെ പറയുകയാണ്, നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. അപ്പൊ ചോദിക്കും, യേശു വലത്ത് ഭാഗത്തിരിക്കുന്ന ആരെങ്കിലും കണ്ടോ? കണ്ടോ? ഞാൻ എപ്പോഴും പറയുന്നത് കണ്ടു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നോവലൊന്നും അല്ലത്. നോവലാണെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നാണ് എഴുതുന്നത്. എന്നാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവാത്മാവിനാൽ എഴുതിയ വചനമായത്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചന്വേഷിച്ചു നോക്കുവിൻ, അവനൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇടയില്ലാതിരിക്കുകയില്ല. യഹോവയുടെ വായത്രേ അത് കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അതിനെ കുട്ടിപ്പറിച്ചത്. അതാ വേദപുസ്തകവും മറ്റു പുസ്തകങ്ങളും തമ്മിലുള്ള ബന്ധം. ഓരോ കാലത്ത് പറയുന്ന കാര്യങ്ങളും അത് പിന്നീട് ഇങ്ങനെ അത് രേഖപ്പെടുത്തി, അത് ആത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുകയാ. ആമേൻ. അവിടെ കൊലോസ്യ ലേഖനം 3:5 ഇങ്ങനെ പറയുന്നു, ആകയാൽ നീ എന്ത് ചെയ്യണം? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, അത്യാഗ്രഹം ഇവയിൽ നടന്നിരുന്നു, എന്നാൽ അതിൽ നിന്ന് നീ ഒഴിവാകണമെന്ന് പറയുക. അതുകൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ, ഒന്നാമതായി നമ്മൾ ചിന്തിച്ചു, എല്ലാ പാപ സ്വഭാവങ്ങളെയും ആമേൻ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യുക. ഇത് ഏറ്റെടുക്കുന്നവർക്കായി 1000-10,000 സ്തോത്രം ചെയ്യുക. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ യേശു ആമേൻ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, ആ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ആത്മാവിലൂടെ നിന്നെ നടത്തിക്കൊള്ളും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ പ്രിയപ്പെട്ടവരെ, പ്രാവിലെ ഒന്നാമത്തെ പ്രത്യേകത ദൂരെ കാഴ്ചയുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കൊച്ചുനാളില് ഒരു ദേവാലയത്തിന്റെ മുകളില് ഈ പ്രാവ് കൂടുതൽ കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ പലപ്പോഴും അതിന്റെ മുകളിൽ ഇങ്ങനെ കയറുമായിരുന്നു. ആ സമയത്ത് ആ പ്രാവുകളൊക്കെ അലച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, അതിന്റെ മുട്ട എടുക്കാതിരിക്കാൻ, അതിന്റെ കുഞ്ഞുങ്ങളെ എടുക്കാതിരിക്കാൻ അലച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചുറ്റും ഓടിക്കൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൂരേന്ന് തന്റെ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ വരുമ്പോൾ ആമേൻ പ്രാവിന് ദൂരക്കാഴ്ച ഉണ്ടെങ്കിൽ, ആമേൻ ദൈവത്തിന് സ്തോത്രം, ഒരു ഒരു ദൂരക്കാഴ്ച ഉണ്ടാകണം. ഈ ഇൻസ്പിറേഷൻ, ആമേൻ, ഈ പരീക്ഷണം എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിരിക്കുന്നത് ആമേൻ എന്നെ നശിപ്പിക്കാനല്ല, എന്നെ രക്ഷിക്കാനാണെന്നുള്ള ആ ദൂരമുള്ള കാഴ്ച എന്നെ വീണ്ടെടുത്ത രക്ഷിതാവ് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ചേർക്കണമെന്നുള്ള ആ വലിയ കാഴ്ചപ്പാട് നമ്മുടെ ദൈവത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അബ്രഹാം പിതാവ് ആമേൻ വേദപുസ്തകത്തിൽ പറയുക, ദൂരക്കാഴ്ചയുള്ള ഒരു മനുഷ്യനായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളില് ആമേൻ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും ദൈവത്തിന്റെ അടിസ്ഥാനപ്പെട്ടതുമായ ഒരു സ്വർഗത്തിനായി കാത്തിരുന്നു. അപ്പൊ അബ്രഹാം എന്നുണ്ട് ദൂരക്കാഴ്ചയുണ്ട്. ഞാൻ അബ്രഹാമിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങോട്ട് ചൊല്ല സ്ഥിതിക്ക്
ഞാനിത് മിക്കവാറും എല്ലാം എന്തെങ്കിലും ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കാതിരുന്നത് നല്ലതാ. നന്ദിയുടെ സ്തോത്രം. ഒന്ന് പ്രാവിനെ, എല്ലാവരും പറഞ്ഞ് പ്രാവിനെ ദൂരക്കാഴ്ചയുള്ള ഒരു പക്ഷിയാണ്. അതുകൊണ്ടാണ് പ്രാവിനെ വേദപുസ്തകത്തിൽ ഒരു വിശുദ്ധ പക്ഷിയായി അവയെ നമ്മളിവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അബ്രഹാം പിതാവ് ദൂരക്കാഴ്ചയുള്ള ഒരു വ്യക്തിയായിരുന്നു. അബ്രഹാം പിതാവിനോട് പറഞ്ഞു, പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാൻ വാക്യങ്ങളൊന്നും പറയുന്നില്ല, പറഞ്ഞു, നീ നിന്റെ പൊതുജനത്തെയും നിന്റെ ആൾക്കാരെ മുഴുവൻ വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുകയും. എന്നാൽ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറയുന്നത് അബ്രഹാം പിതാവിന് ഒരു വാഗ്ദത്ത രാജ്യമുണ്ട്. ആ രാജ്യം മറ്റൊന്നുമല്ല, യഹൂദന്മാരുടെ സ്വപ്നമായിരിക്കുന്ന കനാൻ ദേശമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ കനാനിൽ നിന്ന് ഞാൻ കൊണ്ടുചെന്നെത്തിക്കുക മാത്രമല്ല, എന്നാൽ നീ ദൂരെ കാഴ്ചയുള്ളവനായിരിക്കണം. നിന്റെ ജീവിതം അവസാനിച്ച ശേഷം അവൻ നിന്നെ വീണ്ടും സ്വർഗരാജ്യത്തിലേക്ക് ചേർത്തുകൊള്ളുന്ന ഒരു ദൈവമാണെന്ന് അന്ന് പഴയ നിയമ വിശ്വാസിയായിരുന്ന അബ്രഹാമിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്നത്തെ ജനത്തിന് ആ കാഴ്ചപ്പാടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കിയേ, അബ്രഹാം എന്ത് ചെയ്തു? കനാനിലേക്കുള്ള യാത്ര അത് സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയായി മാറി. അത് പറയുകയാണ്, അബ്രഹാം പറയുകയാണ്, വിശ്വാസത്താൽ അതെ തനിക്ക് അവകാശമായി ലഭിക്കുമെന്ന് പറയുന്ന സ്വർഗീയ കനാനെ കണ്ടുകൊണ്ട് പറയുക, ആമേൻ, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് പറയുക, ദൈവശില്പിയായി നിർമ്മിച്ചതും അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചത്, അത് മാത്രം മതിയായിരുന്നു. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. കണ്ടോ, ഈ ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെ ഇളകിപ്പോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൈവമിരിക്കുന്ന ഇരിപ്പിടം ഒരിക്കലും ഇളകുന്നതല്ല. ഇത് മാറിപ്പോകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. സൂര്യനും ചന്ദ്രനും മാറിപ്പോകും, ഈ ഭൂമിയും മാറിപ്പോകും. എന്നാൽ ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്ന ഒരു സ്വർഗരാജ്യത്തിനായി അബ്രഹാം പിതാവ് പഴയ വിശ്വാസി കാത്തിരുന്നെങ്കിൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലയളവില് എനിക്ക് നിങ്ങൾക്ക് ദൂരെ കാഴ്ചയുള്ളവരായി, അവൻ സ്വർഗീയ കാഴ്ചയുള്ളവരായി, അവൻ കർത്താവ് വരുന്ന രണ്ടാം വരവിനെ നോക്കി പാർക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണമെന്ന് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പൊ ഒന്ന് നമ്മൾ വായിച്ചു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കണ്ട് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. ആ സ്വർഗീയമായ കാഴ്ചപ്പാടോടുകൂടെ ദൂരെ കാഴ്ചയുള്ളവരായി ഞാൻ നിങ്ങളെ യാത്ര ചെയ്യണമെന്ന് പറയുകയാണ്. യാത്രാമധ്യേ പ്രതികൂലങ്ങളില്ലാതില്ല, പ്രതിസന്ധികളില്ലാതില്ല. എന്നാൽ എന്റെ ദൈവം അറിയാതെ എന്റെ തലയിലെ ഒരു മുടി പോലും ഒഴിഞ്ഞു പോകയില്ലെന്ന് വിശ്വസിച്ചാൽ അവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പൊ ഒന്ന് പ്രാവിന്റെ പ്രത്യേകത, അത് ദൂരക്കാഴ്ചയുള്ളത്. അതുപോലെ നമ്മൾ ദൂരക്കാഴ്ചകളുള്ളവരായിരിക്കണം, സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരായിരിക്കണം. രണ്ട്, അതിന്റെ കണ്ണുകൾ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന കണ്ണുകളാണ്. ഒരു ദൈവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണുകൾ എപ്പോഴും നനവുള്ള കണ്ണുകളായി മാറണം. ദൈവത്തിന് സ്തോത്രം. കാരണം എന്തെന്നറിയാമോ, അവന്റെ ജീവിതത്തിലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും രോഗങ്ങളും വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കുന്ന അവസരങ്ങളും വരുമ്പോൾ അവന്റെ കണ്ണുനീരൊന്ന് നനയണം. കാരണം എന്റെ ദൈവനെ വിളിച്ചവനാ, വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ എന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ എന്നെ നിത്യതയിൽ കൊണ്ടുചെന്നെത്തിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കണം. സങ്കീർത്തനം 56 പറയുന്നു, നീ എന്റെ ഉപേക്ഷകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ എന്ന് പറഞ്ഞാൽ തന്റെ മണവാട്ടിയാകുന്ന കാന്തയുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു, മാമോദീസായിൽ വീണ്ടും ജന്മം പ്രാപിക്കുന്ന ഒരു കുഞ്ഞ് ക്രിസ്തുവിന്റെ മണവാട്ടിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നീ മണവാട്ടിയാകുന്നത് എപ്പോഴാ? നീ യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ. എന്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്നോ, അവൻ മരിച്ചവൻ മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവൻ മാത്രമല്ല, അവൻ സ്വർഗാരോഹണം ചെയ്തവൻ മാത്രമല്ല, വീണ്ടും അവന്
ഞങ്ങളെ ചേർക്കുവാൻ വരുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസം നിന്റെ ഹൃദയത്തിൽ പിതാക്കന്മാർ തന്നത് രൂഢാമൂലമായി തീരുമ്പോൾ നീ ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരുകയാ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 56:8 പറയുന്നു, നമുക്ക് കണ്ണുനീരെടുക്കുവാൻ കാരണങ്ങളുണ്ട്. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. നീ അത് നിന്റെ പുസ്തകത്തിലില്ലയോ? കാന്തയുടെ അഥവാ മണവാട്ടിയുടെ കണ്ണുനീർ പ്രാർത്ഥനയിൽ ചാലിച്ച് ജീവിക്കുന്ന അനുഭവം. സ്വന്തം പ്രശ്നങ്ങൾ വരുമ്പോൾ പകച്ചു നിൽക്കുന്നവരല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളോട് ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം, അവയെ ഉന്നതനായ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം. ഏതാ നമ്മളിപ്പോ പറഞ്ഞ് ഇത് പറഞ്ഞില്ലേ? അല്ല, നമ്മളെ ആരാധന മധ്യ പറയുമല്ലോ, എന്റെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആണോ ദൈവമായ കർത്താവിരിക്കുന്നു. എന്ത് അനുഭവം അറിയാമോ? ആ അനുഭവത്തിൽ സ്വർഗത്തിൽ ഇരിക്കുന്ന പിതാവിനെയും പുത്രനെയും ഞാനും നിങ്ങളും ആരാധനയിൽ ദർശിച്ചാൽ നമ്മളൊരു പുതിയ സൃഷ്ടിയായി അരവാലയത്തിൽ നിറഞ്ഞു വരും. പക്ഷെ ആർക്കത് വേണം? പക്ഷേ ദൈവജനത്തിന് ഇത് ആവശ്യമാണ്. അപ്പൊ നമ്മളൊരു വിഷയത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുനീർ തുറത്തിലാക്കി വെച്ചൊരു ദൈവമുണ്ട്. അതിനൊരു പരിസമാപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആമേൻ, ആമേൻ. അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറയുക, മണവാട്ടി കണ്ണുനീരിൽ ചാലിച്ച് ആമേൻ കണ്ണുനീരോടുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും. അവന്റെ കണ്ണുനീരൊന്നും ഭൂമിയിൽ വീഴില്ല, ആ തുരുത്തിയിലാക്കി വെക്കും. ഒരുപക്ഷെ തുരുത്തി നിറയുന്നത് വരെയെങ്കിലും നമ്മൾ ഒരുപക്ഷെ നമ്മുടെ മറുപടിക്ക് കാത്തിരിക്കേണ്ടി വരും. ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറുപടി ലഭിച്ചതായിരിക്കും. അപ്പൊ അതുകൊണ്ട് സങ്കീർത്തനം 126:5 പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ പറയും. വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കണം. എന്താ വിതയ്ക്കുന്നത്? വിതയ്ക്കുന്ന നമ്മുടെ രോഗങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളൊന്നുമല്ല. അമ്മയുടെ ദൈവവചനം, അതായത് വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവവചനമാകുന്ന വിത്ത് ലോകത്തിൽ നമ്മൾ വിതയ്ക്കണം. അങ്ങനെ കണ്ണുനീരോടെ വിതയ്ക്കണം. കർത്താവേ, ഈ വചനം അയക്കുക, കണ്ണുനീരോടെ അയക്കുന്ന ഈ വചനത്തിന്റെ മേൽ ഇത് ദൈവവചനമാകുന്ന വിത്ത്, അതിന്മേൽ ചില രൂപാന്തരപ്പെടുവാൻ ഇടയാകണമേ എന്ന് മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു വചനമയച്ചാൽ അനേകം രൂപാന്തരപ്പെടുവാൻ ഇടയായിച്ചു. ആദ്യമകാലങ്ങളിൽ അനേക ഭക്തന്മാർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് സ്കോട്ട്ലൻഡില് ആമേൻ ദൈവത്തിന് സ്തോത്രം, ആളുകളെല്ലാം മദ്യപാനികളായി, ലോകസ്നേഹികളായി, ലോകമോഹികളായി ജീവിക്കുക. എല്ലാവരും മദ്യഷാപ്പുകളിൽ തന്നെയാ. അദ്ദേഹം ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ മുറിയില് ഒരു വലിയ ഖരമുള്ള കാർപ്പറ്റ് വിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് ആ സ്കോട്ട്ലൻഡുകാരനായ മനുഷ്യൻ, മനുഷ്യൻ അവൻ ആ കാർപ്പറ്റിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ വിത്ത് വിതയ്ക്കാൻ തുടങ്ങി സ്കോട്ട്ലൻഡിന്മേൽ. എന്ന ദൈവമേ, സ്കോട്ട്ലൻഡില് അവൻ ഇവാൻ റോബർട്ട്സൺ എന്ന് പറയുന്ന ആ മനുഷ്യൻ സ്കോട്ട്ലൻഡിന്റെ മേൽ ഒരു വലിയ ഉണർവുണ്ടാകണമേ എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അത് ഒന്നല്ല രണ്ടല്ല, അനേക ദിവസങ്ങള്, അനേക മാസങ്ങള് അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്കോട്ട്ലൻഡിൽ ഒരു സൈഡോട്ട് കള്ളുഷാപ്പുകൾ കൂട്ടുവാൻ തുടങ്ങി. ഒടുവില് എല്ലാ കള്ളുഷാപ്പുകളിലും അവൻ ദൈവത്തിന് സ്തോത്രം സ്റ്റോക്ക് തീർന്നപ്പോൾ സ്കോട്ട്ലൻഡിലെ മുഴുവൻ മദ്യശാലകളും അതുപോലെയുള്ള അനാവശ്യ കാര്യങ്ങളെല്ലാം അടച്ചിടുവാൻ കഴിയുന്നു. കേൾക്കുന്നവൻ ഒരു നല്ല യേശുണ്ട്. ആ യേശുവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ സ്കോട്ട്ലൻഡ് മുഴുവൻ മനസ്സാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നു. അപ്പം ഭരണാധികാരികൾ എരിച്ചു. ചില നിമിഷങ്ങൾ കൊണ്ട് സ്കോട്ട്ലൻഡിന്റെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ പോകുമെന്ന് അവര് ചിന്തിച്ചു. അപ്പോ കുറെ കാലമായിട്ട് അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് അവരെ മദ്യം കൊണ്ടുവരുമായിരുന്നു. ആ മദ്യമൊന്നും ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ആമേൻ ആ മദ്യം വാങ്ങിക്കുവാനായിട്ട് ഇവർ ചെല്ലാതിരുന്നപ്പോൾ ചില ആളുകൾ, അടുത്തുള്ള രാജ്യങ്ങളിലെ ആളുകൾ അവിടെ ചോദിച്ചു, രക്ഷിക്കപ്പെട്ട ആളുകളോട്, ദൈവമക്കളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ വലിയൊരു ആത്മീയത ഉണ്ടാകാൻ കാരണം?
അപ്പൊ ഉടനെ അദ്ദേഹം പറഞ്ഞു വായ കാണിക്കാമെന്ന് പറഞ്ഞു. ആ ഐവാൻ റോബർട്ട്സന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങയെ കാണാനായിട്ട് ചില ആളുകൾ വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഈ രാജ്യത്ത് ഇത്ര വലിയ ആത്മീയ ഉണർവുണ്ടായെന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ഒരു കാര്യം മാത്രം എനിക്കറിയാം, നിങ്ങൾ എന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് വരിക. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇവരെ കൊണ്ടുവന്നു, വിദേശത്തുനിന്ന് വന്നവര് ഇവരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം കട്ടിയുള്ള കാർപ്പറ്റ് വിരിച്ചിരുന്നു. പക്ഷേ ആ കാർപ്പറ്റിൽ അദ്ദേഹത്തിന്റെ മുട്ട് മടക്കിയ ആ മുട്ട് കൊണ്ടിരുന്ന ഭാഗം, അദ്ദേഹം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച ആ ഭാഗം മുഴുവൻ എന്ത് ചെയ്തു, ദ്രവിച്ച് ഒടുവില് ആ തറ കാണുവത്തക്കവണ്ണം അയച്ചു. നോക്കിയോടെ എന്തുമാത്രം ആ മനുഷ്യന്റെ കണ്ണുനീര് അവിടെ വീണു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ അവൻ ആർപ്പോടെ കൊയ്യും. അദ്ദേഹത്തിന് അത് കഴിഞ്ഞു, ആർപ്പോടെ കൊയ്യാൻ കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, വിത്ത് ചുമന്നും കൊണ്ട് അവൻ വിതച്ച് കൊണ്ട് നടക്കുന്നു. എന്നാൽ ഒടുവിലൊരു സമയമുണ്ട്, കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നൊരു ദിവസം. നമുക്കൊക്കെ ചിലരെങ്കിലും കിട്ടുമോ? എനിക്കറിയില്ല, ചിലരെങ്കിലും കിട്ടുമോ? അനേകരും മനസ്സാന്തരപ്പെട്ടിരുന്നു, എനിക്കറിയാം. അനേക ശുശ്രൂഷകളിൽ മനസ്സാന്തരപ്പെട്ടിട്ടുണ്ട്. പലരും പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞു. എന്നാൽ അറിയില്ല, ഒരിക്കലും അവർ ദൈവത്തെ കണ്ടതുകൊണ്ട് മനുഷ്യ മടങ്ങി വന്നേക്ക്. ഈ നാളുകളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അമേൻ എപ്പോഴും ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിന്റെ സന്നിധി വരുമ്പോൾ അനേക കറ്റകളുമായി. ഇത് വെറുതെ അല്ല പ്രാർത്ഥിച്ചത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതെന്താ? എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണം. എന്നിട്ട് പറയുക, കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടുകയും വിത്ത് അഥവാ ദൈവവചനം ചുമന്നും കൊണ്ട് വിതച്ചും കൊണ്ട് അവൻ നടക്കുകയാ. ഈ ഭൂമിയിൽ അവന്റെ ആയുസ്സിൽ അവൻ നടക്കുകയാ. എന്നിട്ട് ഒടുവിലുണ്ടല്ലോ, ദൈവസന്നിധിയിൽ കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നൊരു ദിവസമുണ്ട്. പ്രതിഫലം വിധിക്കുമ്പോൾ അവനേക പ്രതിഫലങ്ങൾ 100 മടങ്ങായി ലഭിക്കുന്ന ഒരു ദിവസം. അതുകൊണ്ട് ഒരു വാക്യം വായിക്കണമെന്ന് എനിക്കുള്ള സമയമില്ല, ഞാനങ്ങ് പറഞ്ഞു പോകും. 2 രാജാക്കന്മാർ 22:19 അത് വീട്ടിൽ പോയെന്ന് വായിച്ചാൽ മതി. 2 രാജാക്കന്മാർ 22:19 അവൻ യഹൂദാദേശം പാപത്തിലേക്ക് വഴുതി വീണപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു രാജാവ് അധികാരമേറ്റു. അദ്ദേഹം ദേവാലയത്തിലേക്ക് തന്റെ ഭൃത്യന്മാരെ അയച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പുസ്തകം കണ്ടുകെട്ടുവാനിടയായി. അതിലെ ദൈവം എഴുതിയിരുന്നു, നിങ്ങൾ പാപത്തിലേക്ക് പോയാൽ ആ പാപത്തിന് ശിക്ഷ ദൈവത്തിൽ നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയുവാനിടയായി. ഈ കാര്യം ശരിയോ എന്നറിയാൻ ഒരു പ്രവാചകരുടെ ഒരിക്കൽ ആളിനെ രാജാവ് അയക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, ദൈവം കൽപ്പിച്ചതിന് അണുവിട പോലും അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾ ശ്രദ്ധിക്കില്ല, അണുവിട പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ ഞാൻ ഒരു ഭാഗം പോലും വായിക്കത്തില്ല. നിങ്ങള് അവൻ ഈ ഭാഗത്ത് നിന്ന്, അപ്പൊ നിങ്ങള് അവൻ ദൈവത്തിന്റെ സ്തോത്രം അണുവിട ചലിക്കാതെ അവൻ നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ ദൈവം വചനത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറയാൻ വേണ്ടി അയച്ചു. അപ്പൊ ദേശത്തിന് വിരോധമായി ദൈവത്തിന്റെ ന്യായവിധി ഉടനെ ഉണ്ടാകുമെന്ന് യോശുവ രാജാവ് കേട്ടപ്പോൾ അവന്റെ ഹൃദയം അലിഞ്ഞു. ഞാനൊരു പാപിയാണെന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ അവന്റെ ഹൃദയം അലിയും. അതാണ് നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത്, അതാണ് അനുതാപം എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ ഹൃദയം അലിയുമ്പോൾ അവനെ മാനസാന്തരത്തിലേക്ക് ദൈവം നടത്തും. എന്താ സംഭവിച്ചെന്നറിയാമോ? അവന് രാജാവിന്റെ ഹൃദയം അലിഞ്ഞു. യഹോവയുടെ മുൻപാകെ തന്നെ അവൻ താഴ്ത്തി തന്റെ വസ്ത്രം കീറി എന്റെ മുൻപാകെ കരയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവൻ പറഞ്ഞു, എന്റെ ജീവിതകാലത്ത് ഈ അനർത്ഥങ്ങളൊന്നും ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ വെറും ഒരു മനുഷ്യൻ നിലവിളിച്ചു കരഞ്ഞു. അവന് തന്നെ സമർപ്പിച്ചു കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവം അവനോട് പറഞ്ഞു, ഇങ്ങനെ പറയുകയാണ്, ആമേൻ, നീ എന്ത് ചെയ്യും? നിന്നെ കല്ലറയിൽ ആമേൻ സന്തോഷമായി അടക്കപ്പെടുത്തും. എന്നാൽ നീ കല്ലറയിൽ അടയ്ക്കുന്നത് വരെ, നീ കല്ലറയിൽ ആകുന്നത് വരെ ഒരണത്തോളം നിന്റെ ദേശത്ത് വരികയില്ല. രാജാവ് മടങ്ങി വന്നിട്ടും ജനം മടങ്ങി വരുന്നില്ല. സ്വത്രം അവൻ ഇരമ്യാവ്, ഞാൻ വായിച്ചോളാം. ഇരമ്യാവ് 9:1 എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരിന്റെ നിറവും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് ഇരമ്യാവ് പറഞ്ഞിരിക്കുകയാണ്. സ്വത്രം ആരെങ്കിലും അങ്ങനെ പറയുന്നു? എനിക്ക് വല്ല പണിയൊന്നുമില്ലേ? കരയേണ്ട കാര്യമില്ലേ? എനിക്ക് സന്തോഷം ജീവിച്ചാൽ മതി.
വിത്ത് വിതയ്ക്കുന്നവർ കരയും. അവൻ വിത്തിന്റെ നെന്മണികളുമായി അത് വചനവുമായി ലോകം മുഴുവൻ വിതയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നോക്കിയോണേ, യിരെമ്യാവ് പറയുക, എനിക്ക് കണ്ണുനീരില്ല, എന്റെ തലയെ വെള്ളമാക്കി മാറ്റും. ഇത് കരയുമ്പോ അറിയാതെ കണ്ണുനീര് വരണം. എന്നിട്ട് പറയുക, എന്റെ കണ്ണുനീരിന്റെ നീറുറവയാക്കി മാറ്റണം. നമുക്കറിയാം, ഒരു നദിയോ അല്ലെങ്കിൽ ഒരു അരുവിയോ വരുന്നത് എവിടുന്ന മുകളിൽ, ഏറ്റവും മുകളിൽ അതിന്റെ സ്റ്റാർട്ടിങ് ടൈമില് കുറച്ച് വെള്ളമേ കാണുകയുള്ളൂ. അതിങ്ങനെ ഒഴുകി വന്നിട്ട് അവിടെയുള്ള നീരുറവുമായി ചേർന്ന് അത് വലിയ നീരുറവയായി മാറുന്നത് പോലെ എന്റെ തലയെ വെള്ളവും എന്റെ കണ്ണുനീരുറവും ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം ദേശത്ത് ജനം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, പ്രാവിന്റെ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞവയാണ്, നനവുള്ളതാണ്. അങ്ങനെയാ പക്ഷിശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, അത് നനവുള്ളത്. ഇവിടെവരെ നമ്മളും ദൈവവിഷയമായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരു കണ്ണുനീരറിയാതെ നമ്മുടെ കണ്ണിന് നനവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നന്മയെ കുറിച്ച് ഒരാൾക്കുണ്ടായ നന്മയെ കുറിച്ച് കേൾക്കുമ്പോൾ, ഒരു സ്വപ്നം പറയുമ്പോൾ നമ്മുടെ കണ്ണെന്ന് നനഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ഒരുപാട് മനസ്സാന്തരപ്പെടുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി തീർന്നല്ല എന്ന് ഓർത്ത് മനസ്സാന്തരപ്പെടുമ്പോൾ, കണ്ണിലൊരു നനവുണ്ടാകുമ്പോൾ നമ്മൾ പ്രാവിനെ പോലെ നമ്മുടെ കണ്ണുകൾ നനവുള്ള കണ്ണായി തീരും. ഒന്ന് ഞാൻ പറഞ്ഞു, ദൂരെ കാഴ്ച ഉണ്ടാകണം. ഈ ഭൂമിയിലുള്ള കാഴ്ചയല്ല, ദൂരമേയുള്ളവ ദർശിക്കണം. സ്വർഗമുണ്ടെന്ന് എല്ലാ മതവിഭാഗങ്ങളും പറയുന്നുണ്ട്, സ്വർഗമുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ സ്വർഗത്തെ കുറിച്ച് അറിയുവാനോ കേൾക്കുവാനോ ആരും തയ്യാറല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ പറയുകയാണ്, പ്രാവിന്റെ കണ്ണുകൾ ദൂരെയുള്ളവയെ ദർശിക്കും. അതുപോലെ മനുഷ്യന്റെ കണ്ണുകൾ സ്വർഗത്തെ കുറിച്ച് ഒരു കാഴ്ചയുള്ളവനായി തീരുമ്പോൾ അവന്റെ കണ്ണുകൾ അറിയാതെ നനയും. എന്നാന്നറിയാമോ, അവന് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വേദനകളെയും പ്രയാസങ്ങളെയും അവനെന്നും. എന്നാൽ അവന്റെ കണ്ണുനീർ തുരുത്തിയിൽ ദൈവം ശേഖരിക്കും. എന്നിട്ട് അത് ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. അന്ന് ചെല്ലുമ്പോൾ നീ തുരുത്തിയിൽ കണ്ണുനീർ ഒഴുക്കി നിനക്ക് ഞാൻ വിടൽ വന്നു, നീ ദൈവത്തിനായി തീർന്ന് മുമ്പോട്ട് പോയതുകൊണ്ട് നിനക്ക് ദൈവം പ്രതിഫലങ്ങളെ തരുമെന്ന ഒരനുഭവം ഉണ്ടാകുമെന്ന് പറയുക. സാധുവായൊരു മനുഷ്യൻ ഇങ്ങനെ പാടി, സാധുവേ എന്നെ കൈവിടാതെ, സാധുവേ എന്നെ കൈവിടാതെ, അന്ത്യത്തോളം ചിറകടിയിൽ ആവത്തിലോ ആവത്തിലോ കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കൈവിടല്ല, കണ്ണുനീരെല്ലാം തുടയ്ക്കും സാധുവേ എന്നെ കൈവിടാതെ. അവൻ കേൾക്കുന്ന ദൈവവേദനെ മറന്നു പോകരുത്. നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമാ നമ്മുടെ ദൈവമാ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് കണ്ണുനീർ നനയുമ്പോൾ, നമ്മുടെ കണ്ണുനീർ നനയുമ്പോൾ ഭക്തൻ പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇതിൽ നിന്ന് കരയുവാൻ തക്കവണ്ണം എന്റെ തലയെ കണ്ണുനീരിന്റെ ജലമുണ്ടാകും. കണ്ണുനീരിന്റെ നീറുറവയാക്കി മാറ്റണമേ. കാരണം നമുക്കും വേണം. നമുക്ക് ചില ദിവസങ്ങളിൽ കാഴ്ച വെക്കണം. ഏൽപ്പിച്ച ചിലരൊക്കെ ഇല്ലേ, അവരെങ്കിലും നമുക്ക് കാഴ്ച വെക്കണം. ഏൽപ്പിച്ച കുഞ്ഞുങ്ങളില്ലേ, അവരെങ്കിലും നമുക്ക് കാഴ്ച വെക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു അമ്മച്ചി പറഞ്ഞതുപോലെ ഒരു ചെറിയ നെൽമണിയെങ്കിലും എനിക്ക് കാഴ്ച വെക്കണം. അവര് പ്രാർത്ഥിക്കുന്ന അത്രേ ഉള്ളത്, കൂടുതലൊന്നും ആഗ്രഹിച്ചില്ല.
ആമേൻ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന കറ്റകളെ കാഴ്ചവെക്കാൻ ആ ഒരു നെൽമണി. അപ്പൊ ഒരു നെൽമണിയെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട വചനം, എത്ര നാളായി സുവിശേഷം കേൾക്കുന്നു, ആമേൻ, ഏവെങ്കിലും അതിലൂടെ ഞാൻ വചനം കേൾക്കുന്നു, ആമേൻ, ഇതൊക്കെ എന്റെ ജീവിതത്തില് ആമേൻ ഒരു നെൽമണിയായി ഒരു വ്യക്തിയെങ്കിലും ആമേൻ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. അതിന് നീ ഇവിടെയാക്കട്ടെ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒന്നാമതായിട്ട് പ്രാവുകൾ ദൂരെയുള്ളവയെ ദർശിക്കുന്നു. അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ കണ്ണുനീർ നനഞ്ഞ, അതിന്റെ കണ്ണ് നനഞ്ഞ കണ്ണുകളാണ്. അതെപ്പോഴും നനഞ്ഞ അവസ്ഥയെ കാണുന്നു. അതൊരു വിശ്വാസിയെ കുറിക്കുകയാണ്. ഒരു വിശ്വാസി എപ്പോഴും മറ്റുള്ളവരെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോകുന്നവരെ ഓർത്ത് ആമേൻ കണ്ണുനീർ ഒഴുക്കുന്നവനായിരിക്കണം. ആമേൻ. ആ ഉത്തമഗീതം 1-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രാവിന്റെ കണ്ണ് ചുവപ്പുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പ്രാവിന്റെ കണ്ണിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ കണ്ണിന് ചുവപ്പുണ്ട്. ആ ചുവപ്പ് ഐശ്വര്യത്തെ കാണിക്കുക. ഒരു ദൈവവേദന കരഞ്ഞ് അവന്റെ കണ്ണുനീര് ആമേന് താഴേക്ക് വീഴുമ്പോൾ അവന്റെ കണ്ണ് ചുമക്കും. ആമേൻ. തുറന്നു പറഞ്ഞാൽ അടുത്ത നിമിഷങ്ങളിൽ അവൻ ഐശ്വര്യം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഐശ്വര്യത്തെ കാണിക്കുന്നതാണ് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിശ്വാസി എന്ത് ചെയ്യണം? ആമേൻ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെ മഹത്വം കരയേറ്റുമ്പോൾ ഒരു വിശ്വാസിയുടെ കണ്ണ ആയിത്തീരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഉൽപ്പത്തി 49:12 എടുക്കണ്ട. അവിടെ ഒരാൾ വിശ്വാസിയെ കുറിക്കുക. എന്താ മദ്യപാന നിമിത്തം മങ്ങിയ നിലയെ കാണിക്കുന്നു. അവന്റെ കണ്ണിന് ചുവപ്പുണ്ടെങ്കിലും അതൊരു മങ്ങിയ ചുമപ്പ. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മുൻപോട്ട് പോവുകയാ. ആമേൻ. ആമേൻ. നമ്മൾ ഓർക്കണം, അവന്റെ കണ്ണുനീർ ഒഴുകുമ്പോൾ കണ്ണിൽ ചുവപ്പുണ്ടായിരുന്നു. അത് അവൻ ഐശ്വര്യമായി ഭവിക്കുന്നത് ദൈവവേദനായി തീരുമ്പോൾ. ആമേൻ. ഒരു മദ്യപിക്കുന്ന ഒരാൾ, ഒരു അവിശ്വാസി ആമേൻ ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോൾ ആമേൻ അവന്റെ ജീവിതത്തില് അതവന്റെ നാശത്തിലേക്കുള്ള വഴിയായിത്തീരും. അതുകൊണ്ടാണ് അവന്റെ കണ്ണിനെ കുറിച്ച് മദ്യപാന നിമിത്തം മങ്ങിയ നിലയെ കാണിക്കുക. ഈ വിശ്വാസിയുടെ കണ്ണ് ചുമക്കുന്നത് പോലെ ചുമക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒരു മങ്ങിയ നിലയെ കാണിക്കുക. ആമേൻ. സദൃശവാക്യങ്ങൾ 23:30 വായിച്ചാൽ നല്ലതായി. മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവൻ വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകുന്നവർക്കും മദ്യം ആമേൻ. പ്രിയപ്പെട്ടവരെ, ആമേൻ. അവിടെ പറയുക, ഒന്നുള്ളത് വായിച്ച്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞു ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും. കണ്ടോ? ഒടുവിൽ അത് നിന്നെ സർപ്പം പോലെ തിരിഞ്ഞു, അണലി പോലെ കൊത്തും. അത് അണലി പോലെ നിന്നെ, ആ സർപ്പം പോലെ നോക്കും, അണലി പോലെ നിന്നെ കൊത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിത്യത നഷ്ടപ്പെടുമെന്ന് അതിന്റെ ആകത്തുക. നിനക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുമെന്ന് ആകത്തുക. ഇവിടെ കൊണ്ട് അവസാനിച്ച് ഇവിടെ കൊണ്ട് നിന്ന് തീരുമ്പോൾ ഒരു വിശ്വാസിയുടെ നനഞ്ഞ കണ്ണുകൾ ഐശ്വര്യത്തെ കാണിക്കുന്നു. ഐശ്വര്യം എന്താണെന്നറിയാമോ? ഐശ്വര്യം മറ്റൊന്നുമല്ല. അവിടെ സ്വർഗമുണ്ട്, അവിടെ ഒരു ദൈവമുണ്ട്, അവിടെ ഒരു പുത്രനുണ്ട്, അവിടെ കോടാനുകോടി ദൂതന്മാരുണ്ട്, അവിടെ നിത്യമായ ഒരു വാസം സ്വർഗത്തിൽ ലഭിക്കുമെന്ന് കാണിക്കുകയാണ്. സ്വത്രം നേരെ മറിച്ച് ആമേൻ ഇതിങ്ങനെ പറയുകയാണ്. ദൈവത്തിന് സ്വന്തം. അപ്പം നിരാശയോടെ ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നിരാശപ്പെടുന്നത്. ഞാൻ ട്രാക്ടർ അനേകരെ വിളിക്കാറുണ്ട്. ചിലരൊക്കെ നിരാശയിലായിരുന്നു വായിക്കുന്നത്. കാരണം അതിനാദ്യം പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടരുത്. നിരാശ ഉണ്ടെങ്കിലും ഭയമുണ്ടാവും. ഭയപ്പെടരുത്. രണ്ടാം പറഞ്ഞിരിക്കുന്നത് നിരാശപ്പെടരുത്. അപ്പൊ അവർക്ക് അത് വായിക്കാൻ താല്പര്യപ്പെടും. എന്നിട്ട് പറഞ്ഞു ഭയപ്പെടരുത്, നിരാശപ്പെടരുത്, വായിക്കാതിരിക്കരുത്. അപ്പൊ അവരെനിക്ക് എന്താ വിചാരിച്ചതൊന്നും വായിച്ചു. ഒരു പക്ഷെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരാ. നമ്മൾ കേട്ടിട്ടില്ലേ, മുങ്ങിച്ചാകാൻ പോകുമ്പോ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും എന്ന് പറയുന്ന പോലെ വചനത്തിന്റെ പ്രത്യേകത.
അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുന്ന ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് അത് വലിയ അനുഗ്രഹമായി മാറുകയാണ്. അവരത് വായിക്കുമ്പോൾ ഇങ്ങനെ യേശുണ്ടോ, ഉണ്ടെങ്കിൽ യേശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവരുടെ ഹൃദയത്തിലേക്ക് ആത്മാവ് അവരുടെ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ അവർ ദൈവമുള്ളവരായി. അതുകൊണ്ടാണ് എന്റെ വചനം അതിവേഗമോടുന്ന വചനമാ, അത് വെറുതെ മടങ്ങി വീഴുകയില്ല. നീ എന്തിനു വേണ്ടി അയച്ചത്? രോഗസൗഖ്യത്തിനാണോ, ചില പാപികളെ നേടാനാണോ? അത് മുടക്കിക്കൊണ്ടുവരുന്ന, അത് ആ കാര്യം സാധിച്ചു കൊണ്ടുവരുന്ന വചനം എന്നാണ് ദിവസവും നമ്മളെ ഓർപ്പിക്കുക. അപ്പൊ ഞാൻ മുൻപോട്ട് പോകട്ടെ. അനേക കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ മുൻപോട്ട് പോവുകയാ. അങ്ങനെ പ്രാവിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അതിന് പ്രാവിന്റെ കണ്ണുകൾ ദൂരെയുള്ളവ ദർശിക്കുന്നു. 2, പ്രാവിന്റെ കണ്ണുകൾ നനവുള്ള കണ്ണാണ് പ്രാവിന്റെ കണ്ണ്. പ്രാവിന്റെ കണ്ണ്. 3, പ്രാവിന്റെ കണ്ണ് ചുവപ്പാണ്. അത് ഐശ്വര്യത്തെ കാണിക്കുന്നു. മറ്റതെന്താ കാണിക്കുന്നത്? ഐശ്വര്യത്തെ അല്ല, അത് അവന്റെ മങ്ങിയ നിലയെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ചില നാളുകൂടെ കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് അവൻ തുറന്നു പോകും. അതോടുകൂടി അവന്റെ ജീവൻ അവസാനിക്കുകയാ. അതിനെ കാണിക്കുക. 4ാമതായ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. കണ്ണുകൾ, പ്രാവിന്റെ കണ്ണുകൾ കൂർമ്മയുള്ളതാ. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാം? മീഖ 2:11 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതിന്റെ കണ്ണുകൾ കൂർമ്മയുള്ളതാണ്. അത് ചുരുക്കി പറഞ്ഞാൽ തനിക്ക് യോജിച്ച ആഹാരം, യോജിക്കാത്ത ആഹാരം ഏതെന്ന് തിരിച്ചറിയുന്നതാണ് അതിന്റെ കണ്ണുകൾ. കേട്ടോ? ഒന്ന്, തനിക്ക് യോജിച്ച ആഹാരവും യോജിക്കാത്ത ആഹാരവും ഏതെന്ന് തിരിച്ചറിയുന്നവനാണ് അവന്റെ കണ്ണുകൾ. അല്ലേ? നമ്മളൊരു കല്യാണ സദ്യക്ക് കടന്നില്ല, വേറെ എവിടെയെങ്കിലും ആകട്ടെന്ന് കൂട്ടിക്കൊള്ളു. അപ്പൊ ഇത്രയും ഒരു ഗ്ലാസ്സിൽ, ഒരു ചെറിയ നല്ല തിളങ്ങുന്ന ഒരു ഗ്ലാസ്സിൽ ചുമന്ന ഒരു സാധനം ഇരിപ്പുണ്ടെന്ന് കരുതുക. പ്രാണെങ്കിൽ അതെന്തെന്നറിയാമോ? അതിന്റെ കണ്ണുകൾ കൂർമ്മയുള്ളതാ. അതൊരു വിശ്വാസിയെ കാണിക്കുകയാ. ഒരു വിശ്വാസിയാണ് പറയും, അത് ലഹരി അല്ലെങ്കിൽ പോലും എനിക്കത് ആവശ്യമില്ലെന്ന് പറയും. തെരഞ്ഞെടുപ്പ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലേ? ഇല വീഴുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ അശ്രദ്ധ. അപ്പൊ നോക്കിയേ, പ്രാവിന്റെ കണ്ണുകൾ കൂർമ്മയുള്ളതാ. തനിക്ക് യോജിച്ച ആഹാരവും യോജിക്കാത്ത ആഹാരവും ഏതെന്ന് തിരിച്ചറിയുന്നു. ഞാൻ എല്ലാവർക്കും കുടിക്കാൻ പറ്റിയിരിക്കുന്ന, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അത് എന്താ, അതിനൊരു ഇതൊന്നും വീര്യമൊന്നുമില്ല. പക്ഷെ നമുക്കത് ആവശ്യമില്ല, നമ്മളത് വേണ്ടെന്ന് വെച്ചതാണ്. അപ്പൊ അവന്റെ കണ്ണ്, ഒരു വിശ്വാസിയുടെ കണ്ണിനെ പറയും, എനിക്കിത് വേണ്ട, ബാക്കിയുണ്ടല്ലോ, ആവശ്യത്തിലുള്ളത് കഴിക്കാം എന്ന് അവനെ ബാക്കി തിരഞ്ഞെടുക്കാവുന്നത് അവൻ കഴിച്ച് മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസി ദൈവത്തിന്റെ സത്യവചനത്തെ തിരിച്ചറിയുന്നവരായിരിക്കും. പ്രിയപ്പെട്ടവര്, അപ്പൊ 4ാമത് നമ്മൾ പറഞ്ഞു, പ്രാവിന്റെ കണ്ണുകൾ കൂർമ്മയുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 2:2 വരുമ്പോൾ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും നിന്റെ സഹിഷ്ണുതയും കണ്ടു. നീ കൊള്ളരാത്തവരെ, നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാത്തവരെ നീ കള്ളന്മാരെന്ന് കണ്ടതും ഞാൻ കാണുന്നു. കണ്ടു? എഫെസോസിലെ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ എഫെസോസിലെ സഭകൾക്ക് ദൂത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാ? ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും നിന്റെ സഹിഷ്ണുതയും കണ്ടിരിക്കുന്നു. അപ്പൊ നോക്കണേ, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ഒറ്റക്കളത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണുകൾ കൂർമ്മയുള്ളതാണ്. നമുക്ക് യോജിച്ചവ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസി സത്യവചനത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നുവെന്ന അതിന്റെ ആകത്തുക. എന്നാൽ എഫെസോസിലെ സഭയോട് ദൂതന് എഴുതുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ഞാൻ നന്നായി അറിയുന്നു എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ മാറാൻ കഴിയുന്നതാണ് ഒരു വിശ്വാസിയുടെ കണ്ണിന്റെ കൂർമ്മത എന്ന് പറയുന്നത്. നീ എന്ത് ചെയ്തു? കൊള്ളരാത്തവനെ നിനക്ക് സഹിച്ചുകൂടാത്തതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭയിലുള്ള കൊള്ളരാത്തവരെ, ഈ സഭയെ കുറിച്ചൊന്നുമല്ല പറയുന്നത് കേട്ടോ, എന്നെ വിട്ടേക്കണേ. എഫെസോസിലെ സഭയെ കുറിച്ചാണ് പറയുന്നത്. അന്നത്തെ സഭയിലുള്ളവരെ എന്താ സംഭവിച്ചിരിക്കുന്ന? കൊള്ളരാത്തവരെന്ന് കണ്ടു, അവരെ സഭയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് പറയുക, നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലായിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന
പരീക്ഷിച്ചു നോക്കി. അവരെന്ത് ചെയ്തു? അവര് പരീക്ഷിച്ചു നോക്കി. ഇന്ന് ലോകത്തിന്റെ കഴിയാത അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് അനേകരെ പ്രസംഗിക്കുന്നുണ്ട്. നമ്മളാരും വിധിക്കാൻ ആളല്ല. എങ്കിലും ഞാൻ പറയുക, എഫെസോസിലെ സഭയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് അവരുടെ അടുക്കൽ വന്നവരെ അവർ ഓടിച്ചില്ല. അവരവരെ വന്ന് ഒരു 10-25 വർഷം നോക്കി, എങ്ങനെയായി അതിന്റെ പോക്കുന്നത്. ഒടുവിൽ അവർക്ക് മനസ്സിലായി ഇവൻ കള്ളനാണെന്ന്. അവന് ആമേനെന്ന് കണ്ട് കള്ളന്മാരെന്ന് കണ്ടവരുടെ വാക്യം, നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. കണ്ടോ, ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ എഫെസോസിലെ സഭ കടന്നു പോകുമ്പോൾ അവർ തളർന്നു പോയില്ല. കാരണം എന്നറിയാമോ? അവർ ദൈവത്തിന്റെ ആത്മാവ് മേൽക്കുമേൽ ബലം പ്രാപിച്ചവര് മുന്നേറി. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ തളർന്നു പോകാതിരിക്കണമെങ്കിൽ ആത്മാവിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ സമയം വേഗത്തിൽ പോകുന്നത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എഫെസ്യ ലേഖനം 1:18-19 വാക്യങ്ങളിൽ കൂർമ്മയുള്ള കണ്ണുകളെ വിശ്വാസിയുടെ ശക്തിയുടെ അളവറ്റ വലുപ്പത്തെ അവൻ മനസ്സിലാക്കും. അപ്പൊ അവനെ എടുക്കത്തെ വായിക്കും. കൂർമ്മയുള്ള കണ്ണുകൾ, നമ്മൾ പറഞ്ഞു പ്രാവിന്റെ കണ്ണുകൾ കൂർമ്മയുള്ളതാണ്. അതിന് തനിക്ക് യോജിച്ച ആഹാരം യോജിക്കാത്ത ഏത് എന്ന് തിരഞ്ഞെടുക്കുന്നു. ഞാനത് പറയാനും വിട്ടുപോയി, മറ്റേ എടുത്തുവെക്ക് ഞാൻ പറയുമ്പോൾ വായിച്ചത്. നമ്മൾ കണ്ടിട്ടുണ്ട് പ്രാവ് അശുദ്ധമായ സ്ഥലത്ത് എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് കണ്ടു. നമ്മുടെ ദേവാത്മാ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നവരുടെ മനസ്സിൽ വരുന്നത് പ്രാവിനെ കുറിച്ചല്ല. പ്രാവിനെ ഒരു സദൃശമായി ഒരു മേലായി എടുത്തിരിക്കുക. മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. എന്താ അത് നമ്മളെ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രാവ് പഴയ കാലത്ത് കഞ്ചി വെക്കുന്നത് ചട്ടിയിലും നിരത്തിലാണ്, ഇല്ലേ? അതങ്ങനെയൊന്നുമില്ലായിരുന്നു. നിങ്ങൾ ആരോഗ്യം മിണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ ആ കഞ്ഞി വെക്കണമെന്നുണ്ടെങ്കിൽ ആ ചട്ടിയും കലവും തേച്ചു വിളക്കുന്നിടത്ത് ദൈവത്തിന്റെ സ്തോത്രം കുറെ പറ്റികൾ എത്രയായാലും വീഴും. ചോറിന്റെ പറ്റികളും കറിയുടെ കഷ്ണങ്ങളൊക്കെ വീഴും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു പ്രാവ് അഴുക്കിനകത്തോടെ ഇരിക്കുന്നത്? ആരും കാണില്ല. അഥവാ അതുവഴി വന്നാലും അത് അങ്ങ് പറന്നു പോകും, അവിടെ നിൽക്കത്തില്ല. എന്നാ കാക്കകളെ നോക്കി, ഇല്ലേ? അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൊട്ടിവെക്കുന്നില്ല. അതിനെ അഴുക്കും മുഴുക്കും ഒന്നൊരു വിഷയമല്ല. അത് മുഴുവൻ അത് അടിച്ച് തീർത്തിട്ടേ പോകത്തുള്ളൂ. മറ്റു കാക്കകളെയും വിളിച്ച് കൊടുക്കും. എന്നാൽ പ്രാവ് അതിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ കാലുകൾ അശുദ്ധ സ്ഥലത്ത് നിൽക്കുകയില്ല. അതുകൊണ്ട് എഫെസ്യ ലേഖനം 1:18-19 വാക്യങ്ങൾ വായിച്ചേ. അവന്റെ വെളിയേറുള്ള ആശ വിശുദ്ധന്മാരിൽ നിർത്തി വായിക്കുക. അവന്റെ വെളിയാറുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ എനിക്ക് പറയാൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ആമേൻ. എലീശയുടെ ദാസനായിരിക്കുന്ന ഭൃത്യനായിരിക്കുന്ന മകൻ, അവന്റെ കണ്ണ് കൂർമ്മയുള്ള കണ്ണല്ലായിരുന്നു. അവൻ ഒരു വട്ടം പോയി നോക്കി, 2 വട്ടം പോയി നോക്കി. അവൻ 7-ാം പ്രാവശ്യം നോക്കുമ്പോൾ അവന്റെ കണ്ണ് കൂർമ്മയുള്ളതായി തീർന്നപ്പോൾ, അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ടു അത്യമായ രഥങ്ങളോ കുതിരകളും കൊണ്ട് ഏലീശ പാർക്കുന്ന സ്ഥലത്തും ദൈവത്തിന്റെ അത്യമായ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ആദ്യം എന്തായിരുന്നു? അവനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ രാജാവിന്റെ ശത്രുക്കൾ ആ മലയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ, അത് വീട്ടിൽ പോയി വായിച്ചാൽ നല്ലതായിരിക്കും. 2 രാജാക്കന്മാർ 6:15 വാക്യം, അതുപോലെ തന്നെ 6:16 ഒക്കെ കിടപ്പുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ എല്ലാവരും ശ്രദ്ധിച്ച് വാക്കുകൾ അവസാനിപ്പിക്കാൻ പോയ വീട്ടിൽ പോയി നോക്കിയാൽ മതി. 2 രാജാക്കന്മാർ 6:15 അവനെ ഓർത്താൽ മതി. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആമേൻ. നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. ചുറ്റുമായി
സൈന്യങ്ങളും ആ മലയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ ആ കൃത്യം കണ്ടത് ഇതാ. രാവിലെ ഉണർന്ന് അവൻ വെളിപ്രദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല. പടയാളികൾ മുഴുവൻ ഓടി വന്നു. നമ്മളെ ഉപദ്രവിക്കുവാൻ രാജാവിന്റെ പടയാളികൾ ഈ മലയ്ക്ക് ചുറ്റുമായിരിക്കുന്നു. ഇത് കേട്ടുടനെ മുറ്റമടക്കി ദൈവസന്നിധിയിൽ അവന്റെ കണ്ണ് കുഴമതയുള്ള കണ്ണ് ദൂരവയുള്ളത് അവന് കാണുവാൻ കഴിയും. എന്റെ ദൈവം എന്നെ ഇവിടെ അയച്ച് പാർക്കുവാൻ സമ്മതിച്ചുവെങ്കിൽ അവൻ ഈ രാജാവിന് ദൈവകൃപയിലേക്ക് വരേണ്ടതിന്, അവനോട് സുവിശേഷം പറയേണ്ടതിന് എന്നെ ഒരുക്കുന്ന ദൈവമാണെന്ന് അവനത് നല്ലവണ്ണം അറിയാമായി. അപ്പൊ അവൻ പറഞ്ഞു, മുട്ടുമേൽ നിന്ന് കരഞ്ഞു, നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. ഉടനെ അവൻ കണ്ടു അത്തിവയലങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണുവാൻ ഇടയായി. കൃത്യം 2-ാം പ്രാവശ്യം കണ്ടില്ല, 3-ാം പ്രാവശ്യം പോയി കണ്ടില്ല. ഇവിടെ 7-ാം പ്രാവശ്യം പോയപ്പോൾ അവൻ കാണുവാനായിട്ടിടയായി. അവൻ ദൈവത്തിന് സ്തോത്രം. പേടിക്കണ്ട, നമ്മോടുകൂടിയുള്ളവർ അവനോടുകൂടിയുള്ളവരെക്കാൾ അധികമെന്ന് എലീശ പറഞ്ഞു. ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ബാല്യക്കാരൻ അവന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അത്തിമയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നത് തന്റെ ഭൃത്യനും കാണുവാനിടയായി. അപ്പം പ്രാവിന്റെ കണ്ണുകൾ കൂർമ്മയുള്ളത്. അങ്ങനെ ആയിത്തീരണമെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു ദൈവവേദനായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനുഭവം, ആമേൻ, ദൈവത്തിന്റെ സ്വതന്ത്രം ദൂരെ കാഴ്ചയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നു. 5-ാമതായ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കും. ഇത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയാം. പ്രാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പക്ഷിശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിരിക്കുന്നത് അത് വിശുദ്ധിയുള്ള ഒരു പക്ഷിയാണ്. മാത്രമല്ല അതിന്റെ വിശുദ്ധിയെ അത് കാത്തു സൂക്ഷിക്കും. ഒരു ദൈവമൈതന് വിശുദ്ധ ജീവിതത്തിനായി ദൈവം വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാനുള്ള ദൈവിക ശക്തി സ്വർഗത്തിലെ ദൈവം കൊടുക്കും. അവിടെ നിൽക്കുന്നു നമ്മളൊക്കെ. സ്വത്രം അല്ലല്ലയ. എന്നാൽ ശത്രു നിന്നെ വാടകോരുവാനായി ശ്രമിക്കും, നിന്റെ ശുശ്രൂഷയെ തകർക്കുവാനായി ശ്രമിക്കും, നിന്നെ അവൻ മനുഷ്യന്റെ മുമ്പിൽ നിന്ന മാത്രമാക്കി തീർക്കുവാൻ ശ്രമിക്കും. എന്നാൽ ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ അവനോടുകൂടെ ഉള്ളവരെക്കാൾ അധികം ദൈവദൂതന്മാർ നമുക്ക് ചുറ്റും കാവലുണ്ട്. ദൈവം പിന്നെ ശക്തമായി നമ്മെ ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പ്രാവിന്റേതായ വിശുദ്ധി അത് കാത്തു സൂക്ഷിക്കുന്നു. ആമേൻ. എന്നിട്ട് ആ പക്ഷിശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഒന്നാണ്, പ്രാവിന്റെ ജീവിതത്തിൽ ഒരു തുണി മാത്രമേ ഉള്ളൂ, എന്ന് പറഞ്ഞാൽ മറ്റൊരു ആൺപ്രാവ് മാത്രമേ ഉള്ളൂ. ആ ആൺപ്രാവ് മറ്റ് എന്തെങ്കിലും അവിടെ ഉണ്ടായി മരിച്ചു പോയാൽ പിന്നെ ആ പക്ഷി ആ പ്രാവിനെയും നോക്കത്തില്ല. അതുകൊണ്ട് എന്റെ ജീവിതകാലം കരഞ്ഞ് അവസാനിപ്പിക്കും. പക്ഷിശാസ്ത്രം എഴുതിയിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, വിവാഹം ഒന്ന് ആസ്വദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു വിവാഹമാ ആഗ്രഹത്തില് നിങ്ങളുടെ ജീവിതാവസാനം വരെ ഒരുമിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന് ആസ്വദിച്ച് പറഞ്ഞു വിടുന്നത് അങ്ങനെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രാവ് അതിൻ്റെതായ വിശുദ്ധി കാത്തു സൂക്ഷിപ്പാൻ അതിന്റെ കണ്ണിന് കഴിയുന്നു. സ്വത്രം. 5 കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക. 1, അതിന്റെ പ്രാവിന്റെ കണ്ണുകൾ ദൂരെയുള്ള കാര്യങ്ങൾ ദർശിക്കുന്നു. 2, എപ്പോഴും പ്രാവിന്റെ കണ്ണുകൾ നനഞ്ഞ കണ്ണുകളാണ്. 3, പ്രാവിന്റെ കണ്ണുകൾ ചുവപ്പുള്ളതാണ്. 4, അതിന്റെ കണ്ണുകൾ കൂർമ്മയുള്ളതാണ്. 5-ാമതായി ഒരു 2 മണിക്കൂർ പ്രസംഗിക്കുന്ന ഒരു വിഷയം. 5-ാമതായി ആമേൻ, അത് വിശുദ്ധി തന്റെ ജീവിതത്തിൽ ആമേൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആമേൻ എന്താ പറയുന്നത്, ദേഹിയും ദേഹവുമുള്ള ഒരു പക്ഷി. ആ പക്ഷി വേദപുസ്തകം മുതലോ കഥാവസാനപ്പെടുമ്പോൾ പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നത്. അപ്പം ആത്മാവിന്റെ പ്രതീകമായിട്ടാണ് വേദപുസ്തകത്തിൽ പ്രാവിനെ കാണുന്നത്. കാരണം വിശുദ്ധിയുള്ള ഒരേ ഒരു പക്ഷി അതേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ തിരഞ്ഞെടുത്ത് ദൈവം അത് മുന്നമേ കണ്ട് ആക്കിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടി നമുക്ക് അവസാനിപ്പിക്കാം. ഉയർക്കൂ വിശുദ്ധരല്ല കാഹളനാദം കേൾക്കുമ്പോ, ജഡു ഉയർക്കൂ വിശുദ്ധരല്ല
രൂപാന്തരം പ്രാപിക്കും. പത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ഇമ്പവിടലിൽ അന്നാളിൽ വേഗത്തിൽ ഇമ്പവിടലിൽ കാണുന്ന അന്നാളിൽ ജഡു ജഡ ഉയർക്കും വിശുദ്ധരല്ല കാഹളനാദം പാരിൽ പത്തിടും പ്രിയപ്പെട്ടവരെ, നമ്മളെ പാടിയതുപോലെ നിലവിൽ നാളെ നമ്മുടെ കർത്താവ് വരും. നമ്മളെ ചേർക്കുവാനാണ് അവൻ വരുന്നത്. നമ്മളെ എന്തുകൊണ്ട് ചേർക്കാൻ അറിയാമോ? അവന്റെ രക്തം കൊടുത്ത് അവന്റെ ജീവൻ തന്ന് അവൻ നമ്മളെ വീണ്ടെടുത്തത് കൊണ്ടാണ് നമ്മളെ ചേർക്കുന്നത്. ആമേൻ. അപ്പൊ ഞാൻ നിങ്ങളും അവിടെ കാണും. അതുകൊണ്ട് എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞിട്ട് ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുവരെ നിന്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തു കടന്നു വന്നിട്ടില്ലെങ്കിൽ, യേശു കടന്നു വന്നിട്ടില്ലെങ്കിൽ, ആ ദൈവം കടന്നു വന്നിട്ടില്ലെങ്കിൽ, ആമേൻ, ഇന്ന് പ്രഭാതത്തില് ഈ സമയത്ത് 12 മണിക്കുന്ന ഈ സമയത്ത് നിന്റെ ഉള്ളിലേക്ക് യേശു കടന്നു വന്നാൽ, ആമേൻ, ഈ ലോകത്തെ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഞാൻ ആ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ മനുഷ്യന് മാത്രമേ പ്രത്യേകതയുള്ളൂ. അവന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഈ ലോകത്തിലെ സകല മൃഗാദിമൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാത്തിനും ദേഹവും ദേഹിയും മാത്രമേ ഉള്ളൂ. അത് അവരുടെ ജീവിതം അവസാനിക്കുമ്പോൾ ഈ ഭൂമിയിൽ തീർന്നു പോവുകയാണ്. എന്നാൽ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. അത് നിത്യതയോടെത്തുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ എല്ലാ ദേശത്തു നിന്നും ജഡിജട വേഗത്തിൽ അവന്റെ ഭക്തന്മാർ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരം പ്രാപിച്ച് മധ്യാകാശത്ത് കടന്നു വന്ന ക്രിസ്തുവിനോട് ചേരുകയും അവരെ യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയും ഒരു നിത്യമായ സ്വർഗത്തിന്റെ അന്ന് മുതൽ ഉടമകളായി തീരുകയും ചെയ്യുക. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുകളെല്ലാം തുടച്ചു കളയുന്ന ആ നാൾ അധികം താമസമിന ആ കാഹളം ധ്വനിക്കാൻ തുടങ്ങുകയാ. അവൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യമോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ വരവിലെടുക്കപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തുമോ? വചനം നീ കേട്ട് അനുസരിച്ച് ജീവിക്കുമോ? അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൂരെയുള്ളവയെ ദർശിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതേ, കണ്ണുകൾ നിറയട്ടെ. ഈ ദൈവത്തെ ഓർക്കുമ്പോൾ, നശിച്ചു പോകുന്നതിനെ ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയട്ടെ. പ്രാവിന്റെ കണ്ണിന് ചുവപ്പുണ്ട്. ആ ചുവപ്പ് ഐശ്വര്യത്തെ കാണിക്കുന്നതാ. അവര് അല്ലെങ്കിൽ ആത്മാക്കളെ നേടുന്നു എന്നുള്ള ഉറപ്പാണ്. 3-4 കണ്ണുകൾ കൂർമ്മയുള്ളതാണ്. അവന് യോജിച്ചത് തിരഞ്ഞെടുക്കുവാൻ മനുഷ്യന് ദൈവം വിവേകം കൊടുത്തിട്ടുണ്ട്. അവയെ ഏറ്റവും ഒടുവിലായി ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രാവിനെ പോലെ കഴിയുന്നുവെങ്കിൽ, കർത്താവിന്റെ വരവെങ്കിൽ ഞാൻ നിങ്ങൾ വിളക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ സത്യപിതാവേ, ഇന്ന് ആഴ്ചയും ഞങ്ങൾക്ക് വചനം കൂടാരത്തിലെ കടന്നു വന്ന് വചനം കേൾക്കുവാൻ ഞങ്ങളെ നിയോഗിക്കിയ കൃപയ്ക്കായി കർത്താവേ, ഞങ്ങൾ കേട്ട വചനം ഒരു നാൾ ഞങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം അന്ന് ഞങ്ങളുടെ കൈവിലപ്പെട്ടിരിക്കുമെന്നുള്ള വലിയ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയതോർത്ത് സ്വന്തം ആ നിത്യതയോളം കഴിയുന്ന ആ ദിവസത്തിന് വേണ്ടി അമ്മയെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കും എന്നുള്ള വിശ്വാസത്താൽ ആത്മാവിൽ ഞങ്ങളെ നിറച്ച് ഇന്ന് പകൽ നീ ഞങ്ങളെ പറഞ്ഞയക്കുന്നതുകൊണ്ട് സ്വന്തം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്വത്രം യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ദോഷം സുഖപരെ പോലെ രാജ്യവും ശക്തിയും മാത്രം. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ചുയർന്ന പരിശുദ്ധനുമായിട്ട് സംബന്ധ സഹവാസം കൂട്ടായ്മ, പ്രാർത്ഥനാവേഷങ്ങൾ വിട്ടുവേഷങ്ങൾ എല്ലാറ്റും മേലും ഇന്ന് നാളുണ്ടാകുമാറാകണമേ. ആമേൻ.